നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താവേള. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. അധികാരത്തിലെത്തിയാൽ ജാതി സെൻസസ് നടത്തുമെന്ന് കോൺഗ്രസ് പ്രമേയം. പിന്നാക്ക വിഭാഗങ്ങളുടെ താൽപര്യവും പ്രാതിനിധ്യവും സംരക്ഷിക്കണം. OBC സംരക്ഷണത്തിനായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കും. വനിതാ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുമെന്നും പ്രമേയം. അദാനിയും മോദിയും ഒന്നെന്ന് രാഹുൽ ഗാന്ധി. अब आपने नोटिस किया होगा कि पूरी की पूरी सरकार, सारे के सारे मंत्री अदानी जी की रक्षा करने लग गए. कहते हैं जो अदानी जी पे आक्रमण करता है वो देशद्रोही है. ജാമ്യവ്യവസ്ഥ ലംഘിച്ച റായ്പൂരിലെ പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുത്ത എൽദോസ് കുന്നപ്പിള്ളി. ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചത് സംസ്ഥാനം വിട്ടുപോകരുതെന്ന ഉപാധിയോടെ കോടതി ഇളവ് നൽകിയിട്ടില്ലെന്ന് സ്ഥിരീകരിച്ച് MLA. അന്ന് നമ്മുടെ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു ജാമ്യവ്യവസ്ഥ ഉണ്ടായത് സ്റ്റേറ്റ് വിട്ടു പോകരുതെന്നല്ലേ? റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാൻ പോവോ? കൊടുത്തിട്ടില്ല അല്ലേ? അപ്പോ കൊടുത്തിട്ടുണ്ട്, അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഫയൽ ചെയ്തതിന്റെ എന്തെങ്കിലും കോപ്പിയോ മറ്റും ഒന്ന് അയച്ചു തരാൻ പറ്റുമോ? അയച്ചുതരാം. BJP പിന്തുണയോടെ ക്രൈസ്തവ പാർട്ടി രൂപവത്കരിക്കാൻ ശ്രമം. നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി എന്ന പേര് നിർദ്ദേശിച്ച് കേന്ദ്ര നേതൃത്വം. കേരള കോൺഗ്രസിന്റെ 2 മുൻ MLA മാർ നേതൃനിരയിൽ. ബോർഡുകളിലും കോർപ്പറേഷനുകളിലും സ്ഥാനങ്ങൾ നൽകും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ 4ാം ശനിയാഴ്ച അവധിയായിരിക്കില്ല. ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ മുഖ്യമന്ത്രി തള്ളി. എതിർപ്പറിയിച്ച് NGO യൂണിയനും സെക്രട്ടേറിയറ്റ് അസോസിയേഷനും. CPM പാർട്ടി ഫണ്ട് തിരിമറി ആരോപണം. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശിക്കെതിരെ തെളിവുകളുമായി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി. പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് 5 കോടിയോളം രൂപയുടെ ഓഹരി വാങ്ങി. പാർട്ടി അറിയാതെ സൊസൈറ്റികളിൽ 35 നിയമനങ്ങൾ നടത്തിയെന്നും കണ്ടെത്തൽ. ആര് തെറ്റു ചെയ്താലും സംരക്ഷിക്കില്ലെന്ന് MV ഗോവിന്ദൻ. കൊല്ലം പുനലൂരിൽ കാപ്പ കേസ് പ്രതിയെ നടുറോഡിൽ കുത്തിക്കൊന്നു. അക്രമം കുന്നിക്കോട് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത്. കൊലയ്ക്ക് പിന്നിൽ ഇറച്ചിക്കട ലേലത്തെ ചൊല്ലിയുള്ള തർക്കമെന്ന് പോലീസ്.